സൈക്കോല പുതിയ ഭാഗം തുടരുന്നു. ദർശ് വന്നതറിയാതെ വേദ എപ്പോഴും മഴയെ തന്റെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നത് പോലെ കൈകൾ വിടർത്തി. അപ്പോഴും അവളുടെ കൈകളിൽ സുരക്ഷിതമായി തന്നെ ആ ആമ്പൽ ഇരിപ്പുണ്ടായിരുന്നു. ആർക്കും വിട്ടുകൊടുക്കാൻ ഇഷ്ടമില്ല എന്നതുപോലെ. അതേസമയം ദർശിന്റെ കണ്ണുകൾ അവളിൽ പാഞ്ഞു നടന്നു. ലാവൻഡർ കളർ സാരിയായിരുന്നു അവൾ ഉടുത്തിരുന്നത്. ജോർജറ്റ് മെറ്റീരിയൽ ആയതിനാൽ തന്നെ മഴ നനഞ്ഞ് അത് അവളുടെ ശരീരത്തിൽ ഒട്ടിക്കിടക്കുകയായിരുന്നു. അതിനാൽ തന്നെ അവളുടെ വെളുത്ത ശരീരം തെളിഞ്ഞു കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ദർശി ചിരിയോടെ അവളെ നോക്കി നിന്നു. തൻ്റേതു മാത്രമായ ഒന്നിനെ അത്രമേൽ ആ അധികാരത്തിൽ നോക്കുന്നത് പോലെ. അവന്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയവും അവൻ്റേതാണ് എന്നൊരു വാശിയും ഉണ്ടായിരുന്നു. മഴ നനഞ്ഞ് കുറച്ചു കഴിഞ്ഞതും വേദയുടെ ശരീരം വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. അവൾ തിരിച്ചു പോകാൻ വേണ്ടി സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയപ്പോഴാണ് തന്നെ നോക്കിക്കൊണ്ട് പടവിലുള്ള തൂണിൽ ചാരി നിൽക്കുന്ന ദർശിനെ അവൾ കണ്ടത്. ഞെട്ടിപ്പോയി വേദ. പക്ഷേ പെട്ടെന്ന് അവളുടെ കണ്ണുകൾ അവനിൽ പാറി നടന്നു. എപ്പോഴത്തെയും പോലെ വെളുത്ത തേച്ചു മിനുക്കിയ ഷർട്ടാണ് അവൻ ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഫ്രണ്ട് ബട്ടൺ തുറന്നു കിടക്കുന്നു. മഴ നനഞ്ഞതിനാൽ തന്നെ ആ ഷർട്ട് അവന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുമ്പോൾ വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു. ഒപ്പം കയ്യിൽ അവന്റെ ബ്ലേസർ മടക്കിയിട്ടിരിക്കുന്നു. ഒരു ഹോട്ട് ലുക്ക്. ദർശിന്റെ ആ ഭംഗിയിൽ വേദ ചെറുതായി ഒന്ന് ചാഞ്ഞു എന്നത് സത്യമായിരുന്നു. അത് പക്ഷെ ദർശ് നല്ല രീതിയിൽ മനസ്സിലാക്കി. കാരണം നനഞ്ഞുള്ള അവളുടെ നിൽപ്പിൽ തന്റെ ശരീരത്തെപ്പറ്റി അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ചെറു ചിരിയോടെ ദർശ് അവൾക്കരികിലേക്ക് വന്നു. ഓരോ സ്റ്റെപ്പ് ഇറങ്ങി അവൻ വരുമ്പോഴും വേദയുടെ ഹൃദയം ചെറുതായി മിടിക്കാൻ തുടങ്ങി. അതിന്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നത് പോലെ. അത് കണ്ടതും കുസൃതി നിറഞ്ഞ ചിരിയോടെ അവളെ ഒന്ന് പറ്റിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. കണ്ണിൽ ഒരു തീക്ഷ്ണമായ ഭാവം നിറച്ചുകൊണ്ട് അവൻ അവൾക്കരികിലേക്ക് ചെന്നു. തനിക്കരികിൽ പ്രണയം നിറഞ്ഞ ഭാവത്തോടെ നിൽക്കുന്ന ദർശനെ കണ്ടതും വേദയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. തൊട്ടു തൊട്ടില്ല എന്ന പോലെ നിൽക്കുന്നവനിൽ നിന്നും വമിക്കുന്ന പെർഫ്യൂമിന്റെ സ്മെല്ല് അവൾക്കുള്ളിൽ പല മാറ്റങ്ങൾ വരുത്തി. അവൾ വിറയലോടെ അവനെ നോക്കി. അവന്റെ കണ്ണുകൾ വേദയുടെ ചുണ്ടുകളിലാണ് എന്ന് മനസ്സിലായതും വേദ വിറച്ചുപോയി. അതിനാൽ തന്നെ പിടിച്ചിലോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ തന്റെ കൈ അവളുടെ സാരിയിൽ മുറുക്കി. ഒപ്പം അവളുടെ കയ്യിൽ നിന്നും ആ ആമ്പൽ പൂവ് താഴേക്ക് വീണു. പെട്ടെന്ന് ദർശ് അവൾക്ക് മുന്നിലേക്ക് വന്നു. അത് കണ്ടതും വേദ ഞെട്ടി കണ്ണുകൾ അടച്ചു. എന്നാൽ വേദയെ ഞെട്ടിച്ചുകൊണ്ട് ദർശ് അവളെ തന്റെ കോട്ടുകൊണ്ട് പൊതിഞ്ഞു. വേദ അപ്പോഴും മനസ്സിലാക്കാത്തതുപോലെ അവനെ നോക്കി. അത് കണ്ട ദർശ് അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് ദർശിന്റെ സാമ്രാജ്യമല്ല. അവിടെ നീ എങ്ങനെ നിന്നാലും ഒരു കണ്ണുകൾ പോലും നിന്റെ നേരെ മോശമായി ബാധിക്കില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എപ്പോഴും തൻ്റെ ശരീരത്തെ പറ്റി നല്ല ഓർമ്മയുണ്ടാകണം. അത് കേട്ടതും വേദ ഞെട്ടി തൻ്റെ ശരീരത്തിലേക്ക് നോക്കി. നനഞ്ഞു നിൽക്കുന്ന തൻ്റെ ശരീരത്തെ നോക്കിയതും അവളൊന്ന് ചൂളിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. അവൻ തന്നെ അങ്ങനെ കാണരുത് എന്ന ആഗ്രഹത്തിലാണ് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞത്. എങ്കിലും പെട്ടെന്നുള്ള പ്രവൃത്തി അവൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. പക്ഷെ ദർശ് അവളെ ചേർത്ത് പിടിച്ച് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പടി കയറി അകത്തേക്ക് നടന്നു. ദർശിന്റെ കൈക്കുള്ളിൽ വേദ അത്രമേൽ സുരക്ഷിതയാണ് എന്നവൾ അറിഞ്ഞു. ആദ്യമായാണ് ഇങ്ങനെ നിൽക്കുന്നത്. അവന്റെ നെഞ്ചിടിപ്പുകളെ അറിഞ്ഞ് ആദ്യമായി ഇങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ ഉള്ളു വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. കാരണം ആ സുരക്ഷിതത്വം താൻ എത്രമേൽ ഇഷ്ടപ്പെടുന്നു എന്ന് അവൾ അറിഞ്ഞു. അതിനാൽ തന്നെ അവളുടെ കണ്ണുകൾ ചെറുതായി നനഞ്ഞു. പക്ഷേ മഴത്തുള്ളികൾ ആ നനവിനെ ഒളിപ്പിച്ചു കളഞ്ഞു. റൂമിലേക്ക് കയറി പോകുമ്പോൾ തറവാട്ടിലുള്ള ആളുകൾ ചിലർ ചമ്മലോടെ, ചിലർ നാണത്തോടെ, ചിലർ ചിരിയോടെ അവരെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ കണ്ണുകളൊന്നും ദർശിലേക്ക് ചെന്നില്ല എന്നതാണ് സത്യം. അവൻ അവളെ സുരക്ഷിതമായി റൂമിലെത്തിക്കുക മാത്രമായിരുന്നു അവൻ്റെ ഉള്ളിലെ ആഗ്രഹം. റൂമിലെത്തിയ ഉടനെ വേദ അവനിൽ നിന്നും മാറിയിട്ട് വേഗം തൻ്റെ ഡ്രസ്സുമായി ഫ്രഷ് ആകാനായി പോയി. അത് കണ്ട് ദർശ് അപ്പോഴേക്കും തൻ്റെ നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് പുതിയ ഡ്രസ്സ് ധരിച്ചു. എന്നിട്ട്
തന്റെ ലാപ്ടോപ്പുമായി റൂമിന് വെളിയിലുള്ള ഇടനാഴിയിലേക്കും പോയി. ഇടനാഴി സേഫ് ആണ് എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് ലാപ്ടോപ്പും മറ്റുമായി അവൻ ഇരുന്നു. കുറച്ചു കഴിഞ്ഞതും നന്ദൻ അവിടേക്ക് കയറി വന്നു. ദർശന്റെ മെസ്സേജ് വന്നതിൽ പ്രകാരമാണ് നന്ദൻ വന്നത്. ദർശന്റെ അടുത്തുള്ള സീറ്റിലിരുന്ന് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇരുന്നു. അപ്പോഴേക്കും ദർശ് പറഞ്ഞു, എന്തായെങ്കിലും എന്താണ് അടുത്തത്? അതിന് ദേവൻ നന്ദന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, നീ പറഞ്ഞത് കറക്റ്റാണ് ദേവൻ. അവനിവിടെ വെറുതെ വന്നതല്ല. ഇവിടെ ഇവിടെ ആരെയോ അവൻ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ലാസ്റ്റ് വന്ന കോൾ അത് ഈ തറവാടിന്റെ ലാൻഡ് ലൈൻ നമ്പറാണ്. പക്ഷെ അത് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, നന്ദൻ നിരാശയോടെ പറഞ്ഞു. അത് കേട്ട് ദർശ്, ഒന്നെങ്കിൽ ആ വ്യക്തി അച്ഛനെ ഹെൽപ്പ് ചെയ്യാനായിരിക്കും, അല്ല എങ്കിൽ എന്തായാലും ഈ വ്യക്തി ഇപ്പോൾ നമുക്ക് മുന്നിലുണ്ട്, നമുക്ക് മുന്നിൽ അഭിനയിച്ചുകൊണ്ട്. അത്രയും പറഞ്ഞ് ദർശി കണ്ണുകൾ അടച്ചു നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നന്ദൻ ആലോചിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ഡേറ്റ നോക്കിക്കൊണ്ടിരുന്നു. എന്തെങ്കിലും തെളിവ് കിട്ടിയാലോ എന്നോർത്ത്. അങ്ങനെ സമയങ്ങൾ കടന്നുപോയി. തറവാട്ടിൽ രാത്രി എല്ലാവരും വന്നതിൻ്റെ സന്തോഷമായിരുന്നു. അതിനാൽ തന്നെ നാടൻ രീതിയിൽ ഭക്ഷണത്തിലുള്ള കേരളത്തിൽ തന്നെയുള്ള തനത് സ്റ്റൈലിൽ ഭക്ഷണം അവർ തയ്യാറാക്കി. എല്ലാവർക്കും അത് ഇഷ്ടമായി. എന്നാൽ തനിക്ക് അരികിലിരിക്കുന്ന ദർശനെ വേദ നോക്കി. കൈ ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ച് ശീലമില്ലാത്തവൻ എങ്ങനെയൊക്കെയോ അത് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തോ അവന്റെ ഡയറ്റ് പ്ലാനിലുള്ള ഭക്ഷണം ആകാത്തതിനാൽ തന്നെ ആർക്കു വേണ്ടിയോ കുറച്ച് കഴിച്ചിട്ട് അവൻ എഴുന്നേറ്റ് പോയി. പെട്ടെന്ന് ഗീത, അയ്യോ മോനു ഇഷ്ടമായില്ലേ ഫുഡ്? അവർ വല്ലായ്മയോടെ ചോദിക്കുന്നത് കണ്ട് ദർശ്, ഈ കുഴപ്പമൊന്നുമില്ല അത്രയും പറഞ്ഞ് ദർശ് അകത്തേക്ക് കയറി പോകുമ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന വേദയുടെ കൈകൾ എന്തുകൊണ്ടോ ഒരു തവണ കൂടി ഭക്ഷണം വായിലേക്ക് വെക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ തന്നെ അവൾ പതിയെ എഴുന്നേക്കാൻ തുടങ്ങി. അത് കണ്ട് അവരുടെ അമ്മൂമ്മ, മോളെ, മോളൂടെ കഴിക്കാതെ പോയാൽ അത് പറയുന്നവരുടെ മുഖം മാറുന്നത് കണ്ടതും അവൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അവിടെ നിർത്തിയിട്ട് പതിയെ ആ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണത്തെ നിന്ദിക്കാതിരിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് ഭക്ഷണ സാധനങ്ങൾ എടുക്കാനും മറ്റും അവൾ അവർക്കൊപ്പം നിന്നു. അത് അവരൊന്നും അവളെ കൊണ്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. എങ്കിൽ പോലും വേദ അവർക്കൊപ്പം നിൽക്കാൻ തയ്യാറായി. അവസാനം റൂമിലേക്ക് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് മടിയോടെ അനന്യയോട് അവൾ ചോദിച്ചു, എനിക്കൊരു പാത്രത്തിൽ കുറച്ച് ഫുഡ് തരുമോ? വല്ലായ്മയോടെയുള്ള വേദയുടെ മുഖം കണ്ടതും അനന്യയുടെ മുഖത്ത് ചെറു പുഞ്ചിരി വിരിഞ്ഞു. അത് അവിടെ നിന്നവരുടെയും മുഖത്ത് ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഭക്ഷണം എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. അതുമായി അവൾ മുകളിലെ നിലയിലേക്ക് പോകുന്നത് എല്ലാവരും കണ്ടു. ആ കാഴ്ച എല്ലാവരിലും ഒരുതരം സന്തോഷമുണ്ടാക്കി. അത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞത് ധരണിയുടെ മുഖത്തായിരുന്നു. തൻ്റെ മകനെ വേദ നോക്കുന്ന രീതിയിൽ അവർക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറി റൂമിൽ ചെന്ന് വേദ നോക്കുമ്പോൾ അവിടെയൊന്നും ദർശനെ അവൾ കണ്ടില്ല. പതിയെ ആ ഭക്ഷണവുമായി അവൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ലാപ്ടോപ്പുമായി ഇരിക്കുന്ന ദർശനെ കണ്ടതും വേദ മടിയോടെ ആണെങ്കിലും അവനടുത്തേക്ക് ചെന്നു. സാരി ഉലിയുന്ന ശബ്ദം കേട്ടതും ദർശ തലയുയർത്തി നോക്കി. ഭക്ഷണമായി നിൽക്കുന്ന വേദയെ കണ്ടതും മനസ്സിലാകാതെ അവൻ അവളെ ഒന്ന് നോക്കി. അപ്പോഴേക്കും വേദ അവൻ അരികിൽ വന്നിട്ട് പറഞ്ഞു, എന്തു പറ്റി? ഫുഡ് ഇഷ്ടമായില്ലേ? ഇന്നു മുഴുവൻ ഭക്ഷണം കഴിക്കുന്നതിൽ ഒട്ടും താല്പര്യം കാണിച്ചില്ലല്ലോ, എന്തു പറ്റി? ഒന്നുമില്ല. അല്ല, എന്താ നിന്റെ കയ്യിൽ? അവൻ അവളുടെ കയ്യിലേക്ക് നോക്കി. അതിന് മടിയോടെ അവൾ, അത് സാറിന് ഫുഡ്. എനിക്ക് വേണ്ട, അവൻ ഒരു നിമിഷം പോലും ആലോചിക്കാതെ പറഞ്ഞു. എന്നിട്ട് ലാപ്പിലേക്ക് കണ്ണുകൾ താഴ്ത്തി. ആ സമയങ്ങളിൽ അറിയാതെ പോലും അവൻ വേദയെ നോക്കിയില്ല. പക്ഷെ ദർശനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഉരുള ചോറ് അവൾ അവന് നേരെ നീട്ടി. സത്യം പറഞ്ഞാൽ ദർശ് അവളുടെ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയി എന്നതാണ് സത്യം. തൻ്റെ ഒരു പ്രായം മുതൽ ഒറ്റയ്ക്കാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു പ്രവൃത്തി അവനത് വിശ്വസിക്കാനായില്ല. അവളുടെ മുഖത്തേക്ക് നോക്കി. അത് കണ്ട വേദ കഴിക്കാൻ വേണ്ടി കണ്ണുകൾ കാണിച്ചു. അവളുടെ പ്രവൃത്തി കണ്ടതും അവൻ പോലും അറിയാതെ ആ ഭക്ഷണം തൻ്റെ വായിലാക്കി. അത് ഒരു ഉരുള വായിൽ വെച്ചതും ഒരു പ്രത്യേക രുചി അവൻ്റെ നാവിലെ മുകളങ്ങൾ അറിഞ്ഞു. അതിനാൽ തന്നെ അത്ഭുതത്തോടെ ദർശ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താണ് എന്ന് അവൾ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന്
പോലെ അവൾ വാരിത്തേർന്ന് ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം ഇത്രയും രുചിയുള്ള ഭക്ഷണം ഈ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ അവൻ കഴിച്ചിട്ടില്ല എന്ന് അവനും മനസ്സിലായി. അതിനാൽ തന്നെ അവസാനം ഉരുള ചോറും അവൻ കഴിച്ചു. ദർശന് ഇനിയും അങ്ങനെ കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും വേദയ്ക്ക് അത് വേഗം തീർന്നാൽ മതി എന്നായിരുന്നു. കാരണം അവളുടെ വിരലുകളിൽ അവന്റെ സ്പർശനം അത് വേദയ്ക്ക് സഹിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. ദർശന്റെ മുഖം പക്ഷെ സന്തോഷത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതേ സമയം ഇരുളിൽ അവർ പോലും അറിയാതെ ഒരു വ്യക്തി ഇരുന്ന് അവരെ പകയോടെ നോക്കി. ദർശന്റെ മുഖത്തെ സന്തോഷം ആ വ്യക്തിയിൽ വല്ലാത്തൊരു വെറുപ്പും പകയും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ദർശൻ ഭക്ഷണം മുഴുവൻ കഴിച്ചു എന്ന് ഉറപ്പാക്കിയ വേദ ആ പാത്രങ്ങളുമായി തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. പെട്ടെന്ന്, എനിക്ക് വിശന്നിരുന്നാൽ തനിക്കത് വേദനിക്കുമോ? ദർശന്റെ ചോദ്യത്തിൽ ആകാംക്ഷയുണ്ടായിരുന്നു. എന്താണ് അവളുടെ മറുപടി എന്നറിയും. എന്നാൽ വേദ പതിയെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് പറഞ്ഞു, സാരമില്ല, ആര് പട്ടിണിയായിരുന്നാലും എനിക്ക് വേദനിക്കും. കാരണം കുറെ രാത്രികൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു കിടന്നൊരു സമയം എനിക്കുണ്ടായിരുന്നു. വേദയുടെ ആ വാക്കുകൾ ദർശന്റെ മുഖത്തെ സന്തോഷം മാറ്റി. പകരം അവിടെ വേദന നിറച്ചു. അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ അതായിരിക്കും പറയുന്നത് എന്ന്. അവൾ അവനെ നോക്കി ഒരു ചിരി നൽകിക്കൊണ്ട് തിരികെ നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് വേദ അവനെ തിരിഞ്ഞു നോക്കി. എന്നിട്ട്, ശരിയാ, എനിക്ക് നോവും. കാരണം എനിക്ക് സാറിനോട് ഒരു കടപ്പാടുണ്ട്. അത്രയും പറഞ്ഞ് അവിടെ നിന്ന് വേദ പോകുമ്പോൾ ദർശന്റെ മുഖം നിറയെ വല്ലായ്മയായിരുന്നു. എന്തൊക്കെയോ താൻ വേദയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം തന്റെ ചിന്തകൾ മാത്രമാണ് എന്ന് ദർശ് ആ നിമിഷം മനസ്സിലാക്കി. അപ്പോൾ കമന്റുകൾ പോന്നട്ടെ, തുടരുന്നു.